എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗ്യാസ് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടൊരു ട്രോളി ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീട്ടിലൊക്കെ ഗ്യാസ് എടുത്ത് ആരെങ്കിലും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് എടുത്തുകൊണ്ടൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാലോ. നമുക്കത് ഒരു ട്രോളിയിൽ വെച്ച് നമുക്ക് വലിച്ചുകൊണ്ട് ജസ്റ്റ് കയറി പോകാൻ പറ്റുന്ന കൂട്ടൊരു ട്രോളിയാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. നമുക്ക് കൂടുതൽ വീഡിയോയിലേക്ക് പോകാം. ഇതിനായി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ടൈപ്പിലുള്ള സ്ക്വയർ പൈപ്പുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ കയറാൻ പാകത്തിനായിരിക്കും ഒരെണ്ണം വേണ്ടത്. പിന്നെ രണ്ട് ചാനൽ, ഒരു എല്ലാങ്കിൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇരുമ്പിൻ്റെ ഒരു ഓസ് കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെറ്റ് ബോൾട്ട്. ഇനി ഇതെൻ്റെ ചേച്ചിയുടെ കൊച്ചിൻ്റെ പഴയ സൈക്കിളിൻ്റെ ഒരു ടയറാണ്, അത് ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് യൂസ് ആയിട്ട് വരുന്നത് ഈ വീഡിയോയ്ക്ക്. അപ്പം നമുക്കിനി വണ്ടിയുടെ ആ ടയറിൻ്റെ ഭാഗത്തുള്ള ഓസായിട്ട് നമുക്ക് ഇത് രണ്ട് ഭാഗത്തും ജോയിൻ ചെയ്ത് നെറ്റ് ബോൾട്ട് ഇട്ട് നമുക്ക് മുറുക്കിയെടുക്കാം. രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ ആദ്യം എടുത്ത ആ വലിയ പൈപ്പ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ രണ്ട് പൈപ്പ് ഒരേ അളവിന് എടുത്തിട്ട് റൈറ്റ് ആംഗിൾ ഉപയോഗിച്ച് രണ്ട് പൈപ്പിലും ഒരേ ആംഗിളിൽ തന്നെ മാർക്ക് ചെയ്യാം. എന്നാലാണ് രണ്ടും ഒരേ ആംഗിളിൽ നമുക്ക് ഹോൾഡ് ഇടാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മേളിലും താഴെയായിട്ട് നമ്മൾ ഹോൾഡ് ഇടണം. രണ്ട് സ്ഥലത്തും കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. നമ്മൾ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ മാർക്ക് ചെയ്യണം. നമ്മൾ അടുത്ത രണ്ട് ടൈപ്പിലുള്ള പൈപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മറ്റേ പൈപ്പിനേക്കാളും കുറച്ചും കൂടെ നീളത്തിലുള്ള പൈപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നീളം കുറഞ്ഞു പോയാലും നമുക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇവിടെ നമ്മൾ റൈറ്റ് ആംഗിൾ ഉപയോഗിച്ച് ലെവലിൽ നമ്മൾ ഹോൾ ഇടാനുള്ള മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഒത്തിരി ഹോൾ ഇടാനുള്ളത് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇത് നമുക്ക് കുറ്റിയുടെ ഹൈറ്റിനനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കുറേ ഹോൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനനുസരിച്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ഇതിനുശേഷം നമ്മൾ എല്ലാത്തിലും ഹോൾ ഇടുന്നതാണ്. നമുക്കിനി വണ്ടിയുടെ ആ ടയറിന്റെ ഭാഗത്തുള്ള ഓസായിട്ട് നമുക്ക് ഇത് രണ്ട് ഭാഗത്തും ജോയിൻ ചെയ്ത് നെറ്റ് ബോൾട്ട് ഇട്ട് നമുക്ക് മുറുക്കിയെടുക്കാം. രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ ആദ്യം എടുത്ത ആ വലിയ പൈപ്പ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ചെറിയ പൈപ്പ് എടുത്തിട്ട് വലിയ പൈപ്പിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് നെറ്റ് ബോൾട്ട് ഇട്ട് നമ്മൾ നന്നായിട്ട് മുറുക്കെ ടൈറ്റ് ചെയ്യിക്കാം. ഈ രണ്ട് ചാനൽ നമ്മൾ ഈ രണ്ട് സ്ക്വയർ പൈപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യാനുള്ളതാണ്. നമ്മൾ രണ്ട് സ്ക്വയർ പൈപ്പിനും സെൻട്രലായിട്ടാണ് ഈ ചാനൽ വരുന്നത്. നമ്മളത് കറക്റ്റായിട്ട് നമ്മൾ ലെവലിൽ കട്ട് ചെയ്തെടുത്ത് കണക്ട് ചെയ്യാം. നെറ്റ് ബോൾട്ട് എടുത്ത് നന്നായിട്ട് കണക്ട് ചെയ്യണം. നമ്മൾ ഈ പൈപ്പ് നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇരുമ്പിൻ്റെ പൈപ്പാണിത്. ഇത് നമ്മൾ മേളിലായിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്യണത്. ഇതാണ് നമ്മൾ ഇതാണ് എല്ലാങ്കിൾ. ഇതിൻ്റെ അകത്താണ് നമ്മൾ നമ്മുടെ ഗ്യാസ് ഊറ്റി ഹാങ് ചെയ്യുന്നത്.
ഇനി എല്ലാം നല്ല ക്ലിയർ ആയിട്ട് ടൈറ്റ് ചെയ്യാം. നമ്മളെല്ലാം മുറുക്കിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കുറച്ച് ബ്ലാക്ക് പെയിന്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിനും പെയിന്റ് അടിക്കാം. ട്രോളിയൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. പെയിൻ്റൊക്കെ അടിച്ചതോ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നോക്കാം. നമ്മുടെ താഴെ ഇപ്പോൾ കുറ്റി വന്നിട്ട് ഇരിപ്പുണ്ട്, നിറകുറ്റി പറഞ്ഞാൽ വന്നിരിപ്പുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് ജസ്റ്റ് എടുത്തു നോക്കാം. അപ്പം നമുക്കിനി ഇത് എങ്ങനെ എടുക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈ എല്ലാ ആംഗിളിലേക്കാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. നമ്മൾ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് താഴെ ഒരു സപ്പോർട്ട് കൊടുത്ത് ശരിക്കണം. ജസ്റ്റ് വലിച്ചുകൊണ്ട് പോകാം. സിമ്പിളായിട്ട് നമുക്ക് കേട്ടിക്കൊണ്ട് പോകാവുന്നുള്ളൂ. മണ്ണിക്കൂടെയും കല്ലിക്കൂടെയും ആണെങ്കിലും ജസ്റ്റ് കയറി പോകുള്ളൂ. ഇത് വലിയ ടയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെട്ടിക്കൂടെ കയറ്റണമെങ്കിലും യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി എത്തുന്നവരെ എല്ലാവർക്കും ബൈ.